മക്കളൊക്കെ മൂത്ത കുട്ടി 9ൽ പഠിക്കുന്നു. പിന്നെ അതിന് താഴെയുള്ള കുട്ടികളാണ്. 3 മക്കളാണ്, 2 പെൺമക്കളും 1 ആൺകുട്ടി. പിന്നെ അമ്മയും അകത്തുണ്ട്. ഉപദ്രവം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പ്രത്യേകിച്ചും അദ്ദേഹം മദ്യവുമായി വന്ന് മദ്യപിച്ചിട്ട് ഇവർ നല്ലതുപോലെ അർച്ചനെ ഉപദ്രവിച്ചായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഉപദ്രവത്തിൻ്റെ എല്ലാം വീഡിയോ കുഞ്ഞുങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം രക്ഷിക്കാൻ വന്ന അദ്ദേഹത്തിൻ്റെ അതിദാരുണമായ മരണമാണ് ഒട്ടും നാട്ടുകാർക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യം. ഈ കുടുംബം ഇവിടെ വന്നെങ്കിൽ പോലും നാട്ടുകാരുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് പലർക്കും കൃത്യമായിട്ട് കാര്യം. ഹോം നേഴ്സൊക്കെ ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഈ അർച്ചന. അതിന് പിന്നാലെയാണ് കാര്യം 9ാം ക്ലാസ്സിലാണ് മൂത്ത കുട്ടി പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഉണ്ടായതൊരു ദാരുണമായ സംഭവമാണ്. 12:30 കൂടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സോണി ഉള്ളിലേക്ക് ഇറങ്ങുകയും 80 അടി താഴ്ചയാണ് ഈ കിണറിനുള്ളത്. അവരെ പുറത്തേക്കെടുക്കാനുള്ള ശ്രമം ആരംഭിക്കുന്ന സമയത്താണ് ഈ കൈവരി തകർന്നുകൊണ്ട് അകത്തേക്ക് പോകുന്നത്. തുടർന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് 2 മണിയോടുകൂടി ആദ്യം സോണിയുടെ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതിന് പിന്നാലെ കൂടുതൽ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതായത് ആദ്യം എത്തിയത് കൊട്ടാരക്കരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമായിരുന്നു. 3 യൂണിറ്റും സ്കൂബ സംഘം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയതിന് ശേഷമായിരുന്നു അർച്ചനയുടെയും ഒപ്പം തന്നെ ഈ ശിവകൃഷ്ണൻ്റെയും മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ തുടർ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം കുടുംബത്തിന് മൃതദേഹങ്ങൾ നൽകുകയും ചെയ്യും.